ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാർത്തടിച്ചില്ല. യേശുവിന്റെ ഈ വാക്കുകൾ ഒരു കണ്ണാടി ഉയർത്തിപ്പിടിക്കുന്നു, അവന്റെ തലമുറയ്ക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും. ഒരിക്കൽ ഒരു മുത്തച്ഛൻ തന്റെ പേരക്കുട്ടികളെക്കുറിച്ചുള്ള ഒരു കഥ പങ്കുവച്ചു. അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരിൽ ഒരാൾ ചിലപ്പോൾ പറയുമായിരുന്നു, എന്റെ കളിയാണെങ്കിൽ നിങ്ങൾ എന്റെ വഴി കളിക്കുക, മറ്റുള്ളവർ വിസമ്മതിച്ചാൽ അവൻ കൈകൾ കൂപ്പി എങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്ന് പറയും. എല്ലാവരും അവന്റെ മാനസികാവസ്ഥ പിന്തുടരേണ്ടതുണ്ട്. ആ ആത്മാവിന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. അവൻ അത് തന്റെ കാലത്തെ ആളുകളിൽ കണ്ടു, അവൻ ഇപ്പോഴും അത് നമ്മിൽ കാണുന്നു. മനുഷ്യഹൃദയത്തിൽ ഒരിക്കലും സംതൃപ്തി തോന്നാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. അത് പരാതികൾക്ക് പിന്നിൽ, നിന്ദാത്മകതയ്ക്ക് പിന്നിൽ, നിരന്തരമായ തിരക്കിന് പിന്നിൽ പോലും മറഞ്ഞിരിക്കുന്നു. ഒന്നും ഒരിക്കലും ശരിയല്ല. സന്ദേശം വളരെ ശക്തമാണെങ്കിൽ അതിന് അനുകമ്പയില്ലെന്ന് ഞങ്ങൾ പറയും. അത് വളരെ സൗമ്യമാണെങ്കിൽ അതിന് ബോധ്യമില്ലെന്ന് ഞങ്ങൾ പറയും. ഇത് ഒരുതരം ആത്മീയ ഗോൾഡിലോക്സ് സിൻഡ്രോം ആയി മാറുന്നു. അവിടെ ദൈവം പറയുന്നതൊന്നും ശരിയായി തോന്നുന്നില്ല. ചന്തസ്ഥലത്തെ കുട്ടികളുടെ പ്രതിച്ഛായുള്ള ഈ അസ്വസ്ഥമായ ആത്മാവിനെ യേശു വിവരിക്കുന്നു. ഞങ്ങൾ കൊള്ളൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാർത്തരിച്ചില്ല. മറ്റുള്ളവർ എപ്പോൾ സന്തോഷിക്കണമെന്നും എപ്പോൾ വിലപിക്കണമെന്നും തീരുമാനിക്കാൻ അവർ ആ നിമിഷം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാപകനും യേശുവും അവരുടെ കളി കളിക്കാൻ വിസമ്മതിക്കുമ്പോൾ ജനക്കൂട്ടം അവരെ നിരസിക്കുന്നു. യോഹന്നാൻ ഉപവസിക്കുന്നവനും കർശനായവനും ലളിതമായി ജീവിക്കുന്നവനും ആളുകളെ മാനസാന്തരപ്പെടാൻ വിളിക്കുന്നവനുമായി വരുന്നു. ജനക്കൂട്ടം തനിക്ക് ഒരു ഭൂതമുണ്ടെന്ന് പറയുന്നു. വളരെ പരുഷവും വളരെ വിചിത്രവുമാണ്. യേശു തിന്നുകയും കുടിക്കുകയും പാപികളെ സ്വാഗതം ചെയ്യുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പിന്നെ അതേ ആളുകൾ പറയുന്നു, നോക്കൂ, ഒരു ഭക്ഷണപ്രിയനും മദ്യപാനിയും വളരെ സന്തോഷവാനും തെറ്റായ ആളുകളോട് വളരെ സൗഹൃദപരവുമാണ്. നിങ്ങൾക്ക് ഈ മാതൃക കാണുന്നുണ്ടോ? പരിവർത്തനം നിരസിക്കുന്ന ഒരു ഹൃദയം ഒരിക്കലും തൃപ്തിപ്പെടില്ല. ദൈവം നീതിയോടെ വന്നാൽ നമ്മൾ അവനെ പരുഷമെന്ന് വിളിക്കുന്നു. ദൈവം കരുണയോടെ വന്നാൽ നമ്മൾ അവനെ ദുർബലനെന്ന് വിളിക്കുന്നു. പലപ്പോഴും ദൈവം നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടെ അതേ രീതിയിൽ പെരുമാറാം. നമ്മുടെ സമയക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എന്നാൽ ഒരിക്കലും നമ്മോട് മാറ്റം ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ. ജീവിതം ഭാരമേറിയതാകുകയും സ്വർഗം നിശബ്ദമാകുകയും ചെയ്യുമ്പോൾ ചന്തസ്ഥലത്തെ കുട്ടികളെപ്പോലെ നമ്മൾ കൈകൾ കൂപ്പി പറയും, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഞാൻ കൊള്ളൂതി, പക്ഷേ നീ നൃത്തം ചെയ്തില്ല. ഒരിക്കൽ ഒരാൾ ഒരു ചെറിയ പ്രാർത്ഥനാജയം സൂക്ഷിച്ചു. ഒരു ദിവസം അദ്ദേഹം എഴുതി, ദൈവം എന്റെ ജീവിതം എളുപ്പമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7 പ്രയാസകരമായ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ വാക്കുകൾ വെട്ടിക്കളഞ്ഞു. പകരം എഴുതി, അവൻ അത് എളുപ്പമാക്കിയില്ല, അവൻ എന്നെ ശക്തനാക്കി.